നമസ്കാരം. തിരുവനന്തപുരം നഗരസഭ BJP പിടിച്ചതു മുതൽ തുടങ്ങിയതാണ് കമ്മികളുടെയും കൊങ്ങികളുടെയും കരച്ചിലും കണ്ണുകടി. അതിനേക്കാൾ വലിയ കരച്ചിൽ ശബരിനാഥനാണ്. ഇരു കൂട്ടർക്കും എങ്ങനെയെങ്കിലും BJP ഭരണം അട്ടിമറിക്കണം. അതിനുള്ള ആദ്യ ഇരയായിരുന്നു സുഗതൻ. എന്നാൽ ചരിത്രം മാറ്റിക്കുറിച്ചുകൊണ്ട് സുഗതൻ ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്തതോടുകൂടി അജണ്ട തകർന്ന് തരിപ്പണമായി. എന്നാൽ ഇപ്പോൾ മറ്റൊരു കഥയുമായി ഇറങ്ങിയിരിക്കുകയാണ് കമ്മികളും കൊങ്ങികളും തിരുവനന്തപുരം കോർപ്പറേഷനിൽ. ഒരു നഗരത്തെ തകർക്കാൻ എല്ലായ്പ്പോഴും ബുൾഡോസറുകൾ വേണ്ടിവരില്ല. ചിലപ്പോൾ ഒരൊപ്പ് വൈകിയാൽ മതി, ഒരു ഫയൽ കെട്ടിക്കിടന്നാൽ മതി, ഒരു കൗൺസിൽ യോഗം ചേരാതിരുന്നാൽ മതി. ജനങ്ങൾ തിരഞ്ഞെടുത്ത ഭരണസമിതി തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഒരു നഗരം പതുക്കെ നീങ്ങുമ്പോൾ, അല്ലെങ്കിൽ അതിനുവേണ്ട കാരണങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ മനഃപൂർവ്വം സൃഷ്ടിക്കുമ്പോൾ അതിൻ്റെ ആഘാതം രാഷ്ട്രീയ പാർട്ടികൾക്കല്ല, സാധാരണ മനുഷ്യരുടെ ജീവിതത്തിനാണ് ആദ്യം അനുഭവപ്പെടുക. ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളിൽ ഉയരുന്ന പ്രധാന ചോദ്യങ്ങളിലൊന്ന് ഇതാണ്. കൗൺസിൽ യോഗങ്ങൾ തടസ്സപ്പെടുന്നതും ഭരണപരമായ തീരുമാനങ്ങൾ വൈകുന്നതും കൗൺസിൽ യോഗങ്ങൾ നടക്കാതിരിക്കുന്നതും വെറും രാഷ്ട്രീയ ഭിന്നതകളുടെ ഫലമാണോ, അതോ നഗരഭരണത്തിന്റെ കാര്യക്ഷമതയെ ബാധിക്കുന്ന ഗുരുതര പ്രതിസന്ധിയോ? സുഗതന്റെ അയോഗ്യത ഭയന്ന് കൗൺസിൽ യോഗം വിളിക്കാതെ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നാണ് ഉയരുന്ന ആക്ഷേപം. ഈ മാസത്തെ കൗൺസിൽ യോഗത്തിലും പങ്കെടുത്തില്ല എങ്കിൽ സുഗതൻ അയോഗ്യനാകും. അതേസമയം സുഗതനിൽ നിന്ന് അവധി അപേക്ഷ എഴുതി വാങ്ങി സംരക്ഷിക്കാനാണ് BJPയുടെ നീക്കമെന്നും കമ്മികളും കൊങ്ങികളും കൂടി വാദിച്ച് ജയിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയെ താഴെയിറക്കണം. അതിനുവേണ്ടി കൊളുത്തിയ ഇരയാണ് സുഗതൻ. സുഗതനെ വീട്ടിൽ കടന്നു കയറി ആകാശത്തേക്ക് നിറയൊഴിച്ചുകൊണ്ട് പോലീസ് രാത്രിക്ക് രാമാനം കൊണ്ടുപോയി ജയിലിൽ അടയ്ക്കാൻ വേണ്ട അത്രയും വലിയ കൊടും ക്രൂരതകൾ സുഗതൻ ചെയ്തോ എന്ന കാര്യം മറ്റൊന്ന്. അതിനപ്പുറം വലിയ ക്രിമിനലുകൾ ഇപ്പോഴും ഈ രാജ്യത്ത്, നമ്മുടെ കേരളത്തിലും ജീവിച്ചിരിപ്പുണ്ട് എന്നത് മറ്റൊരു വസ്തുത. പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ പേരിൽ പോലും ആരോപിക്കപ്പെടുന്ന എത്ര കേസുകളുണ്ട്. എന്നിട്ടും പിണറായി ഇപ്പോഴും പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ അമർന്നിരിക്കുന്നത്, മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നതൊക്കെ കേരളം കണ്ടതാണ്. അതേ സമയത്താണ് കാപ്പ കേസിൽ സുഗതനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് രാഷ്ട്രീയ ഗൂഢാലോചന സൃഷ്ടിച്ചുകൊണ്ട് BJPയുടെ ഭരണം ഇല്ലാതാക്കാൻ വേണ്ടി, BJPയെ താഴെ ഇറക്കാൻ വേണ്ടി കമ്മികളും കൊങ്ങികളും കൂടി ശ്രമിക്കുന്നതെന്നോർക്കണം. സുഗതനെ അറസ്റ്റ് ചെയ്യുക എന്നതോ കേരളത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരത്തിലെ ക്രമസമാധാന പ്രശ്നങ്ങൾ തകർക്കുന്ന അത്രയും വലിയൊരു പ്രതിയെ പിടിച്ചു എന്ന ഒരു പ്രതിച്ഛായ സൃഷ്ടിക്കാനോ ഒന്നുമല്ല പോലീസ് ശ്രമിച്ചത്. അവർക്ക് വേണ്ടിയിരുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് എങ്ങനെയെങ്കിലും BJPയെ താഴെ ഇറക്കണം. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ ഇരു കൂട്ടർക്കും കൂടി കിട്ടിയ ഒരു ഇരയായിരുന്നു സുഗതൻ എന്നതാണ് വാസ്തവം. തുടർച്ചയായ 3 കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തില്ല എങ്കിൽ അയോഗ്യനാകുമെന്നിരിക്കെ ഈ മാസത്തെ കൗൺസിൽ യോഗം സുഗതനും BJPക്കും നിർണായകമാണ്. സുഗതൻ കഴിഞ്ഞ 2 കൗൺസിൽ യോഗത്തിലും പങ്കെടുത്തിരുന്നില്ല. മാസത്തിൽ ഒരു കൗൺസിൽ യോഗം നിർബന്ധമായതിനാൽ ഈ മാസം 31-നകം കൗൺസിൽ യോഗം ചേരണം. എന്നാൽ മേയർ കൗൺസിൽ യോഗം വിളിച്ചിട്ടുമില്ല. രാഷ്ട്രീയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ശക്തമാകുന്ന സാഹചര്യത്തിൽ ഒരു കാര്യം മാത്രം വ്യക്തമാണ്. മാലിന്യവും വെള്ളക്കെട്ടും പൊതുജനാരോഗ്യവും വികസന പദ്ധതികളും രാഷ്ട്രീയ പതാകകൾ നോക്കിയല്ല ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൗൺസിൽ യോഗം ചേരുക എന്നതൊരു ഔപചാരിക നടപടിയല്ല, നഗരത്തിന്റെ ദൈനംദിന ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ജനാധിപത്യ സംവിധാനത്തിന്റെ ഹൃദയമിടിപ്പാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ കേരളത്തിലെ ഏറ്റവും വലിയ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലൊന്നാണ്. ദിവസേന 100 കണക്കിന് തീരുമാനങ്ങൾ ഈ നഗരത്തിന്റെ ഗതിയെ നിർണ്ണയിക്കുന്നുണ്ട്. മാലിന്യ സംസ്കരണം, ആരോഗ്യരംഗം, റോഡുകൾ, കുടിവെള്ളം, നഗരവികസനം, ക്ഷേമ പദ്ധതികൾ ഇവയെല്ലാം കൗൺസിലിന്റെ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ തന്നെ കൗൺസിൽ യോഗങ്ങൾ ക്രമമായി ചേരുകയും തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്യുന്നത് നഗരഭരണത്തിന്റെ അടിസ്ഥാന ആവശ്യമാണ്. യോഗങ്ങൾ വൈകുകയോ തടസ്സപ്പെടുകയോ ചെയ്യുമ്പോൾ ഭരണപരമായ പ്രവർത്തനങ്ങൾക്കും പ്രത്യാഘാതമുണ്ടാകാമെന്ന് വിദഗ്ധർ പോലും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിനിടെ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ആമീഴഞ്ചാൻ തോട്ടിലെ പ്രശ്നങ്ങളും വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുന്നുമുണ്ട്. ശുചീകരണ തൊഴിലാളികൾ നേരിടുന്ന വെല്ലുവിളികളും നഗരത്തിലെ ചില ഭാഗങ്ങളിൽ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നതുമായി ബന്ധപ്പെട്ട പരാതികളും ഭരണ സംവിധാനത്തിന് മുന്നിലുള്ള വെല്ലുവിളികളായി തുടരുകയാണ്. ഈ വിഷയങ്ങളെ ചൊല്ലി രാഷ്ട്രീയ വാദപ്രതിവാദങ്ങളും ശക്തമാണ്. ഭരണപക്ഷം നഗരഭരണത്തെ തടസ്സപ്പെടുത്താൻ ശ്രമങ്ങളുണ്ട് എന്ന് ആരോപിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് കൃത്യമായി തെളിയിക്കുമ്പോൾ, പ്രതിപക്ഷം ഭരണപരമായ വീഴ്ചകളാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് വാദിക്കുന്നു. എന്നാൽ കൃത്യമായ ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ എന്താണ് BJP മുന്നോട്ട് വയ്ക്കുന്ന ഭരണ സംവിധാനമെന്ന് തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനോ പ്രതിപക്ഷ പാർട്ടികൾ ഒരു തരത്തിലും സമ്മതിക്കുന്നില്ല എന്നുള്ളൊരു വാസ്തവം അവിടെ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. അത് കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്, തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്. കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് കമ്മികളും കൊങ്ങികളും എത്രയൊക്കെ മൂടിവെക്കാൻ ശ്രമിച്ചാലും അതിന് കഴിയില്ല എന്ന്
ഇനിയൊരു നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ, ഇനിയൊരു കോർപ്പറേഷൻ ഭരണം വരുമ്പോൾ തീർച്ചയായും ഇരു പാർട്ടികൾക്കും മനസ്സിലാകുമെന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഈ ആരോപണങ്ങളെ ഓരോ രാഷ്ട്രീയ കക്ഷികളും അവരുടെ നിലപാടുകളിൽ നിന്നാണ് അവതരിപ്പിക്കുന്നത്. എന്നാൽ അവ തെളിയിക്കപ്പെടേണ്ട രാഷ്ട്രീയ വാദങ്ങളോ എല്ലാം ഓർക്കേണ്ടതുണ്ട്. ജനാധിപത്യത്തിന്റെ ശക്തി ഏറ്റുമുട്ടലിലല്ല, സംവാദത്തിലാണ്. കൗൺസിൽ ഹാളിൽ ഉയരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊടുവിൽ തീരുമാനങ്ങളായി മാറണം. ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ ലക്ഷ്യം രാഷ്ട്രീയ നേട്ടമല്ല, പൊതുസേവനമാണ്. ഒരു നഗരം വളരുന്നത് കെട്ടിടങ്ങൾ കൊണ്ട് മാത്രമല്ല, അതിന്റെ ഭരണ സംവിധാനം സമയബന്ധിതമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നതും അത്ര തന്നെ പ്രധാനമാണ്. ഓരോ കൗൺസിൽ യോഗവും ഒരു നഗരത്തിന്റെ അടുത്ത ചുവടാണ്. അത് നടക്കാതെ പോകുമ്പോൾ നഷ്ടമാകുന്നത് ഒരു രാഷ്ട്രീയ കക്ഷിക്കല്ല, നഗരത്തിനാകെ. രാഷ്ട്രീയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. പക്ഷേ നഗരഭരണത്തിന്റെ ചക്രം നിൽക്കരുത്. കാരണം കൗൺസിൽ ഹാളിന്റെ വാതിലടയുമ്പോൾ അതിന്റെ പ്രതിധ്വനി കേൾക്കുന്നത് സാധാരണ ജനങ്ങളുടെ വീടുകളിലാണ്. ഒരു പദ്ധതി വൈകുമ്പോൾ ഒരു റോഡ് വൈകും, ഒരു റോഡ് വൈകുമ്പോൾ ഒരു ആംബുലൻസ് വൈകും, ഒരു തീരുമാനം വൈകുമ്പോൾ ഒരു നഗരത്തിന്റെ മുന്നേറ്റവും വൈകും. തിരുവനന്തപുരം ഒരു രാഷ്ട്രീയ പരീക്ഷണശാല മാത്രമല്ല, ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനുള്ള നഗരമാണ്. അതിന്റെ ഭാവി രാഷ്ട്രീയ വിജയപരാജയങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ ഒതുങ്ങരുത്. ജനാധിപത്യത്തിന്റെ യഥാർത്ഥ വിജയം എതിരാളികളെ നിശബ്ദനാക്കുന്നതിലല്ല, ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിലാണ്. കൗൺസിൽ ഹാളിലെ ഓരോ കസേരയും ജനങ്ങളുടെ വിശ്വാസം വഹിക്കുന്നുണ്ട്. അവിടെ ഉയരുന്ന ഓരോ ശബ്ദവും ഒടുവിൽ നഗരത്തിന്റെ നന്മയിലേക്ക് വേണം വഴിമാറേണ്ടത്. കാരണം ചരിത്രം ഒടുവിൽ ചോദിക്കുന്നത് ഒരു പാർട്ടി എത്ര ബാധിച്ചു എന്നതല്ല, ഒരു നഗരം എത്ര മുന്നേറി എന്നതാണ്. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി ആരോപണങ്ങളിലോ മുദ്രാവാക്യങ്ങളിലോ അല്ല, നിയമത്തിന്റെ ആധിപത്യത്തിലാണ്. ഒരു തദ്ദേശ ഭരണ സ്ഥാപനത്തിന്റെ ഭരണം തുടരണമോ മാറണമോ എന്ന് തീരുമാനിക്കുന്നത് രാഷ്ട്രീയ പ്രചരണങ്ങളോ പൊതുവേദികളിലെ വാദപ്രതിവാദങ്ങളോ അല്ല, നിയമം നിർദ്ദേശിക്കുന്ന നടപടിക്രമങ്ങളും ജനപ്രതിനിധികളുടെ ഭൂരിപക്ഷ പിന്തുണയുമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനെ ചുറ്റിപ്പറ്റി ഉയരുന്ന ഓരോ രാഷ്ട്രീയ വിവാദവും സ്വാഭാവികമായും പൊതുചർച്ചയ്ക്ക് അതുകൊണ്ട് തന്നെ വഴിവെക്കും. ഭരണത്തെ വിമർശിക്കാനുള്ള അവകാശം ജനാധിപത്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. അതേസമയം ഒരു ഭരണസമിതി നിലനിൽക്കുമോ ഇല്ലയോ എന്നത് നിയമപരമായ നടപടിക്രമങ്ങളിലൂടെയാണ് നിർണ്ണയിക്കപ്പെടുന്നത്. ആരോപണങ്ങൾ ഉയരാം, കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടാം, അന്വേഷണങ്ങൾ നടക്കാം. എന്നാൽ അവയുടെ അന്തിമ വിലയിരുത്തൽ കോടതി സംവിധാനവും നിയമവ്യവസ്ഥയുമാണ് നടത്തേണ്ടത്. ഒരു വ്യക്തിക്കെതിരായ കേസ് നിലനിൽക്കുന്നതോ അന്വേഷണം നടക്കുന്നതോ മാത്രം ഭരണഘടനാപരമായി തദ്ദേശ ഭരണ സ്ഥാപനത്തിന്റെ അധികാരക്രമം സ്വമേധയാ മാറാൻ കാരണമാകില്ല. തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് നിയമത്തിൽ വ്യവസ്ഥ ചെയ്ത നടപടികളിലൂടെയും ജനാധിപത്യ സ്ഥാപനങ്ങളിലൂടെയുമാണ്. ഇതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വം. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ സംഘർഷങ്ങൾ എത്ര ശക്തമായാലും അന്തിമമായി പ്രാബല്യത്തിൽ വരുന്നത് നിയമമാണ്. വികാരങ്ങൾക്കപ്പുറം നടപടിക്രമങ്ങൾക്കും ആരോപണങ്ങൾക്കപ്പുറം തെളിവുകൾക്കും രാഷ്ട്രീയ പ്രസ്താവനകൾക്കപ്പുറം ഭരണഘടനയ്ക്കുമാണ് ഞങ്ങളുടെ ജനാധിപത്യത്തിൽ പരമപ്രാധാന്യം. ചരിത്രം പലപ്പോഴും തെളിയിച്ചിട്ടുള്ള ഒരു സത്യമുണ്ട്: ജനവിധിയിലൂടെ രൂപം കൊണ്ട ഭരണക്രമങ്ങളെ മാറ്റുന്നത് നിയമം അനുവദിക്കുന്ന വഴികളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിൽ ഏത് രാഷ്ട്രീയ മത്സരത്തിന്റെയും അവസാന വാക്ക് പറയുന്നത് നിയമവാഴ്ചയും ജനവിധിയും തന്നെയാണ്.